ഹായ്, പി എസ് സി പഠിക്കുന്ന കൂട്ടുകാർക്ക് അറിവിൻ്റെ തൂലിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്റ്റഡീസൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. എക്സാമുകളൊക്കെ വന്നു, ഡേറ്റുകളൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും പഠിക്കാൻ മടി കാണിക്കുന്നവർ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവസരങ്ങൾ എന്നും നമ്മുടെ മുമ്പിൽ വരില്ല. അവസരങ്ങൾ വരുന്ന സമയത്താണ് നമ്മളത് പ്രയോജനപ്പെടുത്തേണ്ടത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ സമ്മർദ്ദത്തിൻ്റെ പുറകെ പോയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഓക്കെ, അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് സാഹചര്യം പോസിറ്റീവായിട്ട് വന്നാലും എക്സാം വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് അവസരമുള്ളത്. അതെന്ത് ചെയ്യുക? പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. എക്സാമിന് നല്ല രീതിയിൽ പഠിക്കൂ. ഓക്കെ, നല്ല രീതിയിൽ കിട്ടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് പ്രീവിയസ് ചോദ്യപേപ്പറൊക്കെ അനലൈസ് ചെയ്ത് മലയാളവും ഇംഗ്ലീഷും മാത്സും ഡെയിലി ഒരു 10 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് GK ആണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി എവിടെയെങ്കിലും ചുമരിൽ പതിച്ച് ഒക്കെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അതെല്ലാം നിങ്ങൾ ആ രീതിയിൽ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറ്റുന്നവരെല്ലാം എന്ത് ചെയ്യുക? അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പഠിക്കുക. നാണക്കേട് മാനക്കേടൊന്നും PSCക്ക് അതിലൊന്നും കാണിക്കരുത്. അതുപോലെ തന്നെ പറയുന്നവരെന്തും പറഞ്ഞോട്ടെ, അത് അവർക്കുള്ള മറുപടി കാലം കൊടുക്കും. നമ്മളിപ്പോൾ എന്ത് ചെയ്യണ്ട? ഇപ്പോൾ അതിൻ്റെ പുറകെ പോകണ്ട. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ഇനി എക്സാമുകൾ വരാൻ വേണ്ടിയിട്ട്. സോ കൂടുതൽ എഫേർട്ട് ഇടൂ. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്ക് കിട്ടുവാനുള്ള കഴിവ് നിങ്ങൾക്ക് നല്ലതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ PSCക്ക് പഠിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളതിന് മാക്സിമം എഫേർട്ട് ഇട്ട് ഇറങ്ങിത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ലക്ഷ്യം കണ്ടിട്ടാണോ നിങ്ങൾ PSC പഠിക്കാൻ വേണ്ടി വന്നത്, അല്ലേ? ആ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്തിൽ ഗവൺമെൻറ് ഓഫ് കേരള ടാഗ് ഇടുന്നതല്ലേ, അല്ലേ? അവിടെ പോയിട്ട് നിങ്ങൾ പോയി ജോയിൻ ചെയ്യുമ്പോൾ രജിസ്റ്ററിൽ ഒപ്പിടുന്നതല്ലേ? മാസം മാസം ശമ്പളം വാങ്ങുന്നതല്ലേ? ഇതുപോലെ നിങ്ങൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഗവൺമെൻറ് ജോലി പഠിക്കാം, അല്ലെ PSC പഠിക്കാമെന്ന് പറഞ്ഞ് വന്നേ. അപ്പോൾ തുടക്കത്തിലുള്ള ആവേശം ലാസ്റ്റ് വരെയും വേണം. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിട്ടും ആ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രയോജനപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചുകൂടെ ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഒരു സർക്കാർ ജോലി എനിക്ക് കിട്ടുമായിരുന്നില്ലേ, അല്ലേ? ഞാനത് പഠിക്കാതിരുന്നത്, ഞാൻ ഉഴപ്പിയത് കൊണ്ടല്ലേ എനിക്ക് ആ ജോലി പോയത് എന്നുള്ള കുറ്റബോധം നിങ്ങൾ ജീവിതകാലം മുഴുവൻ നിങ്ങളെ അലട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു സമയമാണ്. എക്സാമുകൾ ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുക? പരമാവധി നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ നിങ്ങൾ അത്രത്തോളം എഫേർട്ട് ഇടുക. നിങ്ങളുടെ പൊട്ടൻഷ്യൽ പരമാവധി പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല. ദൈവം സഹായിച്ച് ദൈവം കൂടെ നിൽക്കുന്നതോട് എന്ത് ചെയ്യും? നമുക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും സർക്കാർ ജോലി കിട്ടിയിരിക്കും. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് മുന്നേറിക്കൊണ്ട് പോയിക്കോളൂ. ഓക്കെ, സോ നമുക്ക് ഇനി ക്ലാസ്സിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് സിമ്പിൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് പോകെ നമ്മുടെ റേഞ്ച് കൂട്ടാം. ഓക്കെ, ഇപ്പോൾ തുടക്കത്തിലേ ഒരുപാട് ഹെവി ചോദ്യങ്ങൾ കൊണ്ട് വരുന്നില്ല. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കിട്ടുമ്പോഴാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അറിയില്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? സോ ഇവിടെ ശ്രദ്ധിക്കൂ, നോക്കൂ. എല്ലാം PQs ആണ്. എവറി ബോയ് ആൻഡ് ഗേൾ ഡാഷ് വെൽ. അറിയുന്നവർ ആൻസർ ചെയ്യുക, അറിയാത്തവർ ഞാൻ പറയുന്നത് വരെ ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, ഇവിടെ നിങ്ങൾ അൻഡ് കാണുന്നുണ്ടല്ലോ, അല്ലേ? അൻഡുണ്ട്. അൻഡിന് ഇപ്പുറത്ത് ബോയും ഉണ്ട്, ഗേളും ഉണ്ട്, അല്ലേ? സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് റൂൾ അനുസരിച്ച് രണ്ട് നാമങ്ങളെ അൻഡ് കൊണ്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് പ്ലൂരൽ ആവും എന്നതാണ് ജനറൽ റൂള്. എന്നാൽ ഇത് കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് നാമങ്ങൾക്ക് മുമ്പിൽ ഇവിടെ എന്ത് കാണുന്നുണ്ട്? എവരി എന്ന് കാണുന്നില്ലേ? എവരി എന്ന് കാണുന്നുണ്ട്. അങ്ങനെ രണ്ട് നാമങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞിരിക്കുന്ന എവരി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സിംഗുലർ ആയിട്ട് വേണം പരിഗണിക്കാൻ, അല്ലേ? സിംഗുലർ ആയിട്ട് പരിഗണിക്കണമെങ്കിൽ സിംഗുലർ വെർബ് ഏതായിരിക്കും? ഏത് വാക്കിൻ്റെ കൂടെയാണോ എസ് ഇട്ട് തന്നിരിക്കുന്നത് അതായിരിക്കും സിംഗുലർ വെർബ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും? പ്ലേസ് എന്നതായിരിക്കും. സോ പഠിച്ച റൂൾ എന്താ? സാധാരണ രീതിയിൽ രണ്ട് നാമങ്ങളെ അൻഡ് കൊണ്ട് ബന്ധിപ്പിച്ചാൽ അത് പ്ലൂരൽ ആണ്. എന്നാൽ കോൺകോഡ് റൂൾ അനുസരിച്ച് രണ്ട് നാമങ്ങളെ അൻഡ് കൊണ്ട് ബന്ധിപ്പിക്കുകയും അതിൻ്റെ മുൻപിൽ എവരി എന്ന് കൊടുക്കുകയും, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിൻ്റെ മുമ്പിൽ എവരി കൊടുക്കണമെന്നല്ല. ഒന്നിൻ്റെ മുമ്പിൽ എവരി കൊടുത്താലും ശരി, ഇനിയിപ്പോൾ ഗേളിൻ്റെ മുമ്പിൽ എവരി എന്ന് കൊടുത്താലും ശരി, എന്ത് സംഭവിക്കും? അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ എവരി ബോയ് ആൻഡ് ഗേൾ ആണെങ്കിലും എവരി ബോയ് ആൻഡ് എവരി ഗേൾ ആണെങ്കിലും ഇനി എവരിയുടെ സ്ഥാനത്ത് ഈച്ച് എന്ന് തരാറുണ്ട്, ഈച്ച്. അപ്പോൾ ഈച്ച് ബോയ് ആൻഡ് ഗേൾ ആണെങ്കിലും ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആണെങ്കിലും എന്ത് ആൻസർ ചെയ്തോളുക?
സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ നോക്കി അടിച്ചോളുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഈച്ചിൻ്റെയും എവരിയുടെയും റൂള് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈച്ച് എന്നോ എവരി എന്നോ കാണുകയാണെങ്കിൽ നിങ്ങൾ നേരെ യെസ് ഉള്ള ഓപ്ഷനിലോട്ട് പോവുക, അല്ലെങ്കിൽ സിംഗുലർ വെർബിലോട്ട് പോവുക. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നൈദർ ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ഡാഷ് വർക്കിംഗ്. ഇതും കോൺകോഡ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇതിനാണ്. നൈദർ ഓഫ് എന്ന് പറയുന്ന ഈ വാക്കിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നൈദർ ഓഫ് തരാറുണ്ട്. അതുപോലെ തന്നെ ഈ എന്ന് കളഞ്ഞാൽ എയ്തർ ഓഫ് എന്ന് കിട്ടില്ലേ. അപ്പോൾ നൈദർ ഓഫ്, എയ്തർ ഓഫ് എന്നിവയ്ക്ക് ശേഷം എന്താ തന്നിരിക്കുന്നത്? കമ്പ്യൂട്ടേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതായത് പ്ലൂറലാണ് അല്ലേ, പ്ലൂറൽ നൗൺ ആണ്. നിങ്ങൾ വെക്കേണ്ടത് ഇവിടെയും സിംഗുലർ വെർബാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗുലർ വെർബ് ഏതാ ഉത്തരം? എസ് വരുന്ന ഉത്തരം ഈസ്. ഓക്കെ, പറഞ്ഞത് പിടികിട്ടിയോ? എയ്തർ ഓഫ് എന്നും നെയ്തർ ഓഫ് എന്നും ഒരു സെൻറ്റൻസ് ആരംഭിച്ചിട്ട് അവയ്ക്ക് ശേഷം ഒരു പ്ലൂറൽ നൗണാണ് കൊടുക്കുക. അതിനുശേഷം ഡാഷ് ഉള്ളിടത്ത് നിങ്ങൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? എയ്തർ ഓഫ്, നെയ്തർ ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ പ്ലസ് സിംഗുലാർ വെർബ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ പഠിച്ച രണ്ട് ചോദ്യങ്ങൾ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുക. ഈച്ച് ബോയ് ആൻഡ് ഈച്ച് ഗേൾ ആണെങ്കിലും, ഈച്ച് ബോയ് ആൻഡ് ഗേൾ ആണെങ്കിലും, എവരി ബോയ് ആൻഡ് ഗേൾ ആണെങ്കിലും, എവരി ബോയ് ആൻഡ് എവരി ഗേൾ ആണെങ്കിലും, എങ്ങനെയാണെങ്കിലും ഈച്ചും എവരിയും കണ്ടു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലർ ആയിരിക്കും. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം പഠിച്ചത് എയ്തർ ഓഫ്, നെയ്തർ ഓഫ് എന്നിവയ്ക്ക് ശേഷം ഒരു പ്ലൂറൽ നൗൺ തരികയാണെങ്കിൽ അതിനുശേഷം ഡാഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വെർബാണ്. ക്ലിയർ അല്ലേ രണ്ട് ചോദ്യങ്ങൾ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ആർട്ടിക്കിളാണ്. ലെറ്റസ് പ്ലേ ഡാഷ് ചെസ്. എന്താണ് ആൻസർ വരിക? അറിയുന്നവരെന്ന് ആൻസർ ചെയ്തേ. ലെറ്റസ് പ്ലേ ഡാഷ് ചെസ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നോ ആർട്ടിക്കിൾ. എന്താണ് റൂള്? സ്പോർട്സ് അല്ലെ, സ്പോർട്സ് അതേപോലെ ഗെയിംസ് ഇങ്ങനെയുള്ളതിൻ്റെ മുമ്പിലൊന്നും എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. പഠിച്ചു വയ്ക്കുക. ഗെയിംസ് അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്പോർട്സ് ഇങ്ങനെയുള്ള കായിക മത്സരങ്ങൾക്ക് മുമ്പിലൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. പിടികിട്ടിയോ? അതുപോലെ തന്നെ ഭാഷകൾ തരാറുണ്ട്. ഇപ്പോൾ ക്യാൻ യു സ്പീക്ക് ഡാഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് തരാറുണ്ട്. ക്യാൻ യു സ്പീക്ക് ഡാഷ് ഇംഗ്ലീഷ്. ആ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമോ എന്നല്ലേ, കഴിയുമോ എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇംഗ്ലീഷിന് മുമ്പിൽ എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, എന്നാൽ ഇംഗ്ലീഷുകാർ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ ആ ഇംഗ്ലീഷിന് മുമ്പിൽ ദ ചേർത്താൽ മതി. ദ ഇംഗ്ലീഷ് എന്നാൽ ഇംഗ്ലീഷുകാർ, ദ ഡച്ച് എന്നാൽ ഡച്ചുകാർ, ദ ഫ്രഞ്ച് എന്നാൽ ഫ്രഞ്ചുകാർ. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെ ക്യാൻ യു സ്പീക്ക് ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നും കൂടി ചോദ്യത്തിൽ എടുത്തു തരികയാണെങ്കിൽ അപ്പം നിങ്ങൾ ദ എന്ന ആൻസർ ഫില്ല് ചെയ്യണം. ഓക്കെ, എഴുതാനുള്ളൊരു പരിമിതി കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പറഞ്ഞത് ഭാഷകൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇനി ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഭാഷകളുടെ കൂടെ ഒരു ദ ചേർത്താൽ അത് അവിടുത്തെ ജനതയായിട്ട് മാറും. അത് രണ്ട്. ഇനി ഈ ഇംഗ്ലീഷ് ഉദാഹരണം ഏതെങ്കിലും ഒരു ഭാഷയുടെ കൂടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇപ്പോൾ മലയാളം ലാംഗ്വേജ് എന്നും കൂടെ ചേർത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പിൽ നിങ്ങൾ ദ എന്ന് യൂസ് ചെയ്യുക. അപ്പോൾ ഡാഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ നോ ആർട്ടിക്കിൾ, ഡാഷ് ഇംഗ്ലീഷിൻ്റെ കൂടെ ദ ഇംഗ്ലീഷ് എന്ന് ചേർത്താൽ ഇംഗ്ലീഷുകാർ, ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് തന്നു കഴിഞ്ഞാൽ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ സ്പോർട്സ്, ഗെയിംസ് അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഭാഷകൾ ഇതിൻ്റെ മുമ്പിലൊന്നും എന്ത് യൂസ് ചെയ്യാറില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ഡാഷ് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് മൗണ്ടെയിൻ ഓൺ എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ ആർക്കാ പ്രാധാന്യം? മൗണ്ട് എവറസ്റ്റിന്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്തായിരിക്കും? ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? നോ ആർട്ടിക്കിളാണ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് നോ ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ റൂൾ എന്താണെന്ന് പറയാം. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഹിമാലയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു വലിയൊരു പർവ്വത നിരയല്ലേ വന്നിട്ടുണ്ടാവുക? ഹിമാലയാസ് അല്ലേ? ഇനി ഞാനിപ്പോൾ വെസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞാലോ? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം എന്ന് പറയുന്നതും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതല്ലേ? ഇനി ഇപ്പുറത്തെ സൈഡ് പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാലോ? ഈസ്റ്റേൺ ഘട്ട്സ്, അതും ഇങ്ങനെ പർവ്വത നിരയായി കിടക്കുന്നതല്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത നിരകളാണെങ്കിൽ ഹിമാലയം, പശ്ചിമഘട്ടം അതുപോലെ തന്നെ പൂർവ്വഘട്ടം, അങ്ങനെ ഒരു വലിയൊരു പർവ്വത നിരയാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പിൽ ദ എന്ന് യൂസ് ചെയ്യുക. അതായത് ദ ഹിമാലയാസ്, ദ വെസ്റ്റേൺ ഘട്ട്, ദ ഈസ്റ്റേൺ ഘട്ട് എന്നിങ്ങനെ യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൽ തന്നെ ഓരോന്നിനെ എടുത്ത് പറയില്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, മൗണ്ട് എവറസ്റ്റ്, അത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പർവ്വതമല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പർവ്വതമല്ലേ മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്ന് നമ്മൾ പഠിക്കാറില്ലേ? അപ്പോൾ അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ലേ? അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ അവിടെ വേണ്ട. അവിടെ എന്ത് വേണ്ട? ആർട്ടിക്കിൾ വേണ്ട. നീണ്ടു നിവർന്ന് കിടക്കുകയാണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം?
ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. സോ ഈ രണ്ട് ചോദ്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കായിക മത്സരങ്ങൾക്ക് മുമ്പിൽ പൊതുവേ നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. രണ്ടാമത് പറഞ്ഞത് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു പർവ്വത നിരയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും എന്ത് യൂസ് ചെയ്യണം? ദ യൂസ് ചെയ്യണം. എന്നാൽ ആ നീണ്ട് നിവർന്ന് കിടക്കുന്ന പർവ്വത നിരകളിൽ ഒന്നിനെയാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നോ ആർട്ടിക്കിൾ എന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ അല്ലേ? സോ ഇവിടുത്തെ ഉത്തരം നോ ആർട്ടിക്കിൾ ആണ്. പിന്നെ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളില്ലേ, ഇതേ റൂൾ തന്നെയാണ് ദ്വീപുകളിലേക്ക് വരുന്ന സമയത്ത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 572 ദ്വീപുകളുണ്ട്. അപ്പോൾ അതൊരു കൂട്ടമാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മുമ്പിൽ എന്ത് യൂസ് ചെയ്യുക? ദ എന്ന് യൂസ് ചെയ്യുക. അതിലേതെങ്കിലും ഒരു ദ്വീപിനെ കുറിച്ച് എടുത്ത് പറയുന്ന സമയത്ത് നിങ്ങൾ അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട. പറഞ്ഞ രണ്ട് റൂളുകൾ ക്ലിയർ ആയോ? ഓക്കെ, എങ്കിൽ അടുത്തത് നോക്കൂ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്. പഠിച്ചു വെച്ചോളൂ, 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കുമ്പോൾ എന്തിലാണ് തുടങ്ങിയിരിക്കുന്നത്? എൻജോയ്സ് എൻജോയ്സ് എൻജോയ്സ്. എല്ലാ ഓപ്ഷനിലും എന്ത് കാണുന്നുണ്ട്? എൻജോയ്സ് കാണുന്നുണ്ട്. സോ അതിന് തന്നെയാണ് പ്രാധാന്യം. എൻജോയ്സ് എന്നൊരു വാക്ക് നിങ്ങൾ എവിടെ കാണുന്നുവോ അതിനുശേഷം അറിയുന്നവരെന്ന് ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിലോട്ട് പോകണം. ഏതിലോട്ട്? INGയിലോട്ട് പോകണം. അതായത് എൻജോയ്സ് എന്ന വാക്കിന് ശേഷം ING ഫോമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ക്ലിയർ ആയോ പറഞ്ഞത്? അത് പഠിച്ചു വെക്കണേ. ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ് എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ ചില വാക്കുകളുണ്ട്, ആ വാക്കുകൾക്ക് ശേഷം ഇന്നതേ യൂസ് ചെയ്യും എന്നുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അത് ബൈ ഹാർട്ട് സെഷനായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിച്ചൊരു വാക്ക് എന്താ? എൻജോയ്സ് എന്ന് നിങ്ങൾ ഇനി എവിടെ PSCയുടെ ചോദ്യപേപ്പറിൽ കാണുന്നുവോ എൻജോയ്സ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ING മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എൻജോയ്സ് ING എൻജോയ്സ് ING എൻജോയ്സ് ING എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതേപോലെ അടുത്ത ചോദ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സെയിം ടോപ്പിക് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്. ഡിസ്ലൈക്ക് എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷവും നിങ്ങൾ കൊടുക്കേണ്ട വാക്ക് ING ഫോം. അപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് ഐ ഡിസ്ലൈക്ക് വാച്ചിങ് ടെലിവിഷൻ. ക്ലിയർ ആയോ? അപ്പോൾ എൻജോയ്സ് എന്ന വാക്കിന് ശേഷവും ING, ഡിസ്ലൈക്ക് എന്ന വാക്കിന് ശേഷവും ING. ഇത് രണ്ടും പഠിച്ചു വെച്ചോളൂ, 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നോക്കൂ. കോൺകോഡാണ്. ദ പോലീസ് ഡാഷ് ക്വസ്റ്റനിങ് ദ സസ്പെക്ട്സ് അല്ലേ? ദ പോലീസ് ഡാഷ് ക്വസ്റ്റനിങ് ദ സസ്പെക്ട്സ്. സസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യുന്ന അർത്ഥത്തിലാണ്. നമുക്ക് ഇത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ നോക്കൂ, പോലീസ് എന്ന് കാണുന്നുണ്ട്. ഇനി നാളെ പോലീസിൻ്റെ പകരം പീപ്പിൾ എന്ന് തരാം. PEOPLE. ഓക്കെ, പോലീസ്, പീപ്പിള്. പിന്നെ ചോദ്യപേപ്പറിൽ തരാറുള്ളൊരു വാക്കാണ് ഈ ക്ലർജി എന്ന് തരാറുണ്ട്. ക്ലർജി സ്പെല്ലിങ് CLERGY. CLERGY ക്ലർജി എന്ന് തരാറുണ്ട്. ക്ലർജി എന്നാൽ ഈ പുരോഹിത വർഗം എന്നാണ് അർത്ഥം. പുരോഹിത വർഗം. അതുപോലെ തന്നെ കെവൽറി എന്ന് തരാറുണ്ട്. CAVALRY. CAVALRY കാവൽറി എന്ന് തരാറുണ്ട്. കാവൽറി എന്നാൽ കുതിരപ്പട. അതുപോലെ തന്നെ കാറ്റിൽ കന്നുകാലി വിഭാഗം. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവയ്ക്ക് ശേഷം എന്ത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പ്ലൂരൽ യൂസ് ചെയ്യണം. പ്ലൂരൽ വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ സെറ്റ് ഓഫ് വേർഡ്സ് ഒരുമിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പോലീസിൽ ഒരു P കാണുന്നില്ലേ? പീപ്പിളിലും എന്തുണ്ട്? P ഇല്ലേ? അപ്പോൾ ആ ഒരു സെറ്റിൽ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന വാക്കുകളുടെ കൂടെയൊക്കെ നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? അപ്പോൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് വാക്കുകൾ? പോലീസ്, പീപ്പിള്, കാവൽറി, ക്ലർജി, കാറ്റിൽ. ഒന്നുകൂടെ പറഞ്ഞു നോക്കുക. പോലീസ്, പീപ്പിള്, കാവൽറി, ക്ലർജി, അതുപോലെ തന്നെ പോലീസ്, പീപ്പിള്, കാവൽറി, ക്ലർജി, കാറ്റിൽ അല്ലേ? ഇത്രയും വാക്കുകളുടെ കൂടെ നിങ്ങൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാവൂ? പ്ലൂരൽ വെർബ് മാത്രമേ യൂസ് ചെയ്യാവൂ. അത് കിട്ടാൻ വേണ്ടിയിട്ട് പോലീസിലും പീപ്പിളിലും P ഉണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. P ഫോർ പ്ലൂരൽ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ചോദിച്ചാൽ റാങ്ക് മേക്കിംഗ് ആയിരിക്കും. ഒരുപാട് ചോദ്യപേപ്പറിലൊന്നും ഇത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു മാർക്കാണ്. ഇവിടെ ഏതിന് പ്രാധാന്യം കൊടുക്കുക? ലിവ് എന്ന് പറയുന്ന ഒരു വാക്കിന് പ്രാധാന്യം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ വേറെ ഒന്നിനും നോക്കണ്ട. ആ ഡാഷ് കഴിഞ്ഞ് വരുന്നത് ആരാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഇത് ലിവ് എന്ന് പറയുന്നതിൻ്റെ ഒരു റൂളാണ്. ലിവിന് ശേഷം നമുക്ക് പൊതുവേ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് യൂസ് ചെയ്യാറുണ്ട്, ഓൺ യൂസ് ചെയ്യാറുണ്ട്, ബൈ യൂസ് ചെയ്യാറുണ്ട്. 3 റൂളുകളാണ് വരിക. ലിവ് ഓണ്, ലിവ് ഇന്ന്, ലിവ് ബൈ. ഈ 3 റൂളുകളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ലിവിന് ശേഷം ഡാഷ് ഇട്ടിട്ട് ട്രീസ് എന്ന് തന്നാൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? മങ്കീസിനെ കുറിച്ച്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്തായിരിക്കും?
കുരങ്ങന്മാർ ജീവിക്കുന്നത് മരങ്ങളിൽ എന്നല്ലേ? അപ്പോൾ ഇതൊരു വാസസ്ഥലത്തെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കണേ? അല്ലേ, ഒരു താമസ സ്ഥലത്തെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കണേ? അങ്ങനെ താമസ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇന്നാണ്. ക്ലിയർ ആയോ ഒന്നാമത്തെ റൂള്? അപ്പോൾ എന്തിനെക്കുറിച്ചാണോ? ലിവ് ആണ് റൂള്. ലിവ് എന്ന് പറയുന്നത് ഏത് സെൻറ്റൻസിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു താമസ സ്ഥലമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇന്ന് എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം അടുത്ത ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. പീപ്പിൾ ഓഫ് കേരള ലിവ് ഡാഷ് റൈസ്. അതായത് പൊതുവേ കേരളത്തിലെ ആളുകൾ ഭക്ഷിക്കുന്നത് അരിഭക്ഷണമാണ് എന്നല്ലേ ഉദ്ദേശിക്കണേ? അപ്പോൾ ലിവ് തന്നിട്ടുണ്ട്, ഡാഷ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് ഒരു ഭക്ഷണത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ എന്നാണ്. ലിവ് ഓൺ എന്നതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. പറഞ്ഞ കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഒരു വാസസ്ഥലം, ഒരു താമസ സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഇന്ന് എന്ന് യൂസ് ചെയ്യണം. എന്നാൽ ഒരു ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലിവിന് ശേഷം ഓൺ എന്ന് യൂസ് ചെയ്യണം. ഇനി ഇവിടെ എന്താ? ബേർഡ്സ് ലിവ് ഡാഷ് ഇൻസെക്ട്സ്. പക്ഷികൾ ഭക്ഷിക്കുന്നത് ചെറു പ്രാണികളെയാണ്. അപ്പോൾ ഇതൊരു ഭക്ഷണത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും വരേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓൺ ആണ് അല്ലേ? ഓൺ എന്ന ഉത്തരം തന്നെയാണ് ഇവിടെയും വരിക അല്ലേ? ഇനി എപ്പോൾ ബൈ ഉപയോഗിക്കണം എന്നുള്ള റൂളും കൂടെ പഠിച്ചു വെക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷീ ലിവ്സ് അല്ലെങ്കിൽ ഹീ ലിവ്സ്, LIVES ജീവിക്കുന്നത്. ഓക്കെ, ഡാഷ് ടീച്ചിങ്, ഡാഷ് ടീച്ചിങ്, ടീച്ച് ചെയ്തിട്ടാണ്, പഠിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ ടൈലറിംഗ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ജോലിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ഒരു പ്രൊഫഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ബൈ എന്ന് യൂസ് ചെയ്യുക. പറഞ്ഞത് മനസ്സിലായോ? ഷീ ലിവ്സ് ഡാഷ് ടീച്ചിങ് ആണെങ്കിൽ ബൈ ടീച്ചിങ്, അല്ലെങ്കിൽ ഹീ ലിവ്സ് ഡാഷ് ടീച്ചിങ് ആണെങ്കിൽ ബൈ ടീച്ചിങ്. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ലിവിൻ്റെ പ്രയോഗം താമസ സ്ഥലത്തെക്കുറിച്ചാണെങ്കിൽ ഇന്ന്, ലിവിൻ്റെ പ്രയോഗം ഭക്ഷണത്തെക്കുറിച്ചാണെങ്കിൽ ഓണ്, ഇനി ലിവിൻ്റെ പ്രയോഗം ഒരു പ്രൊഫഷനെ കുറിച്ചാണെങ്കിൽ ബൈ. ഈ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? പിന്നെ പോലീസിൻ്റെ കൂടെ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പോലീസ്, പീപ്പിൾ, അതുപോലെ തന്നെ കാറ്റിൽ, കവൽറി, ക്ലർജി. ഇത്രയും വാക്കുകളുടെ കൂടെ എന്തേ യൂസ് ചെയ്യാവൂ? പ്ലൂരലേ യൂസ് ചെയ്യാവൂ. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത നോക്കൂ. എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്, വളരെ സിമ്പിളാണ്. എവരിബഡി ഹാസ് അറ്റൻഡഡ് ദ മീറ്റിംഗ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് തരുന്ന സമയത്ത് ആദ്യം ഓക്സിലറി വെർബ് ആ വാക്യത്തിൽ തന്നിട്ടുണ്ടോ നോക്കുക. നിങ്ങൾക്ക് എന്താണ് ഓക്സിലറി വെർബ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ്, ഹാഡ് പോകുന്ന ആ ഒരു സെറ്റ് ഓഫ് കുറേ വാക്കുകളില്ലേ, അതിനെയാണ് ഓക്സിലറി വെർബ് എന്ന് പറയുക. സോ അതിൽ പെടുന്ന ഒന്നാണ് ഹാസ് അല്ലേ? അപ്പോൾ ഹാസ് ആണ് ഇവിടുത്തെ ടാഗ് നിർമ്മിക്കാൻ വേണ്ട സാധനം. ഓക്കെ, അപ്പോൾ ഓക്സിലറി വെർബിനെ നോക്കിയെടുക്കുക. ഇനി ഓക്സിലറി വെർബ് എടുത്തതിന് ശേഷം നോക്കുക, ഈ സെൻറ്റൻസിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വാക്കുണ്ടോ? ഈ സെൻറ്റൻസിൽ എവിടെയും നെഗറ്റീവ് സൂചിപ്പിക്കുന്ന ഒരു വാക്കില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ റൂൾ പ്രകാരം നിങ്ങൾക്കറിയാം, ഒരു പോസിറ്റീവ് സെൻറ്റൻസ് തന്നാൽ ടാഗിൽ നെഗറ്റീവ് ചേർക്കണം. എന്നാൽ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് തന്നാൽ ടാഗിനെ പോസിറ്റീവ് ആക്കണം അല്ലേ? അപ്പോൾ നെഗറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവ് ചേർക്കണം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചേർക്കണം അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓക്സിലറി വെർബ് ഹാസ് കാണും അല്ലേ? പിന്നെയോ നോട്ട് ചേർക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ നോട്ടുള്ള ഓപ്ഷൻ നോക്കിയിട്ട് എവിടം വരെ എത്തും? നിങ്ങൾ ഹാസിൻ്റെ വരെ എത്തും അല്ലേ? എവരിബഡി. ഇനി കുറച്ച് വാക്കുകൾ ഞാൻ പറയാം, പ്രോനൗണുകളാണ്. എവരി വൺ എവരിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി, എനി വൺ എനിബഡി. ഈ വൺ ബഡി വരുന്ന സാധനങ്ങളില്ലേ, എവരി വൺ എവരിബഡി, സം വൺ സംബഡി, നോ വൺ നോബഡി, എനി വൺ എനിബഡി, ഇങ്ങനെ വൺ ബഡി വെച്ച് വരുന്ന ഈ വാക്കുകളുടെ പ്രോനൗൺ എപ്പോഴും ദേ ആയിരിക്കും. അതുകൊണ്ടാണ് എല്ലായിടത്തും ദേ കിടക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹാസ്, ചോദ്യത്തിൽ നിന്ന് ഹാസ് പിക്ക് ചെയ്യുക. എന്താണ് ഓക്സിലറി വെർബ് അതിന് കൊടുത്തിരിക്കുന്നത് അത് ആദ്യം പിക്ക് ചെയ്യുക. സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിനകത്തൊരു നെഗറ്റീവ് ചേർക്കണം. സോ നിങ്ങൾ ഹാസിൻ്റെ വരെ ചേർക്കും. എന്നിട്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും എവരിബഡി കാണുമ്പോൾ ദേ കുത്തും അല്ലേ? പക്ഷേ ഇത് ട്രാപ്പാണ്. അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റിക്കും. ഒരിക്കലും ഹാസിൻ്റെ ദേ എന്ന പ്രയോഗം പ്രയോഗിക്കരുത്. അതിനെ നേരെ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് ഇതിലോട്ട് മാറ്റണം, ഹാവിൻ്റെ ദേ. എന്തുകൊണ്ടാണ്? ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ, ഹാസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. അപ്പോൾ സിംഗുലറും പ്ലൂരലും കൂടെ നിൽക്കില്ല. സ്വാഭാവികമായിട്ടും ദേ വന്നതുകൊണ്ട് നിങ്ങൾ ഹാസിനെ പ്ലൂരലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഹാസിൻ്റെ ദേ അല്ല, ഹാവിൻ്റെ ദേ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈസിൻ്റെ ദേ, ഈസും ദേയും കൂടെ വെക്കരുത്. ഈസിനെ കൺവേർട്ട് ചെയ്തിട്ട് ആറിലേക്ക് മാറ്റണം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? വാസിൻ്റെ ദേ എന്ന് പറയരുത്, വാസിനെ പ്ലൂരലാക്കി വേറാക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ റൂള് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈസും ദേയും വെക്കരുത്, ആർ ദേ വെക്കാം.
വാസും ദേയും വെക്കരുത്, വേർ ദേ വെക്കാം. ഹാസും ദേയും വെക്കരുത്, ഹാവ് ദേ വെക്കാം. അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. എവരി വൺ എവരിബഡി, സം വൺ സംബഡി, എനി വൺ എനിബഡി, നോ വൺ നോബഡി എന്നിവയുടെ കൂടെ പ്രോനൗൺ എപ്പോഴും ദേ ആയിരിക്കും. ഇനി നെഗറ്റീവ് ഇല്ലെങ്കിൽ നെഗറ്റീവ് ചേർക്കുക. ദേയുടെ കൂടെ ഒരിക്കലും സിംഗുലർ വെക്കരുത്, ദേയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ ഫോമേ വെക്കാവൂ. അപ്പോൾ ഈ ഒരു ചോദ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നോക്കൂ. ദിസ് ന്യൂസ് ഈസ് ഡാഷ് ഗുഡ് ടു ബി ട്രൂ. ഇത് എന്താണ് ട്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് പിടികിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇതിന് മാത്രം ഫോക്കസ് ചെയ്യുക. ഏതിന്? ടു എന്നൊരു വാക്ക് കാണുന്നില്ലേ? ഉണ്ട്. ഇങ്ങനെ ടു എന്നൊരു വാക്കുണ്ടെങ്കിൽ അതിന് മുമ്പ് ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യണം? ദോ ഈ വാക്ക് യൂസ് ചെയ്താൽ മതി. ടു ടു ഇതാണ് പ്രയോഗം. ഇപ്പം ചില പ്രയോഗങ്ങളില്ലേ, സോയും ദാറ്റും കൂടെ യൂസ് ചെയ്യണം. സോ ദാറ്റ് എന്ന് പറയുന്നൊരു പ്രയോഗമില്ലേ, അതുപോലെ ടു ടു എന്ന പ്രയോഗമാണ് കറക്റ്റ്. അപ്പോൾ ടു എന്ന വാക്ക് അതിനകത്തുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ആൻസർ ഫില്ല് ചെയ്യുക? ടു എന്ന ആൻസർ ഫില്ല് ചെയ്യുക. അപ്പോൾ അത് ബൈ ഹാർട്ട് പഠിച്ചോളൂ. അപ്പോൾ ബൈ ഹാർട്ട് പഠിക്കാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതാ? എൻജോയ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി കണ്ണടച്ചെന്ത് കുത്തിക്കൊള്ളണം? INGയിലോട്ട് പൊക്കോളണം. അതുപോലെ തന്നെ ഡിസ്ലൈക്ക് എന്ന വാക്ക് കണ്ടാലും ഏതിലോട്ട് പൊക്കോളണം? INGയിലോട്ട് പൊക്കോളണം. ഇവിടെ ടു കണ്ടു കഴിഞ്ഞാൽ ഡാഷ് ഉണ്ടെങ്കിൽ ടു എന്ന ആൻസർ ഫില്ല് ചെയ്യുക. ക്ലിയർ അല്ലേ? ഇത് PQ ആണ്. കുറച്ച് പേരുടെ മാർക്ക് പോയതാണ്. വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡാഷ് ആക്ഷൻസ്. നമ്മൾ എക്സാം ഹാളിലിരിക്കുമ്പോൾ വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹെർ ആക്ഷൻസ്, ഹിസ് ആക്ഷൻസ്, വൺസ് ആക്ഷൻ, മൈ ആക്ഷൻ എല്ലാം ഏകദേശം ഒരുപോലെ ഒരു പൊരുത്തമുണ്ട്, ഒരു പ്രാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് വെക്കരുത്. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എന്തിലാ തുടങ്ങിയിരിക്കുന്നേ? വണ്ണിൽ. ഒന്നും നോക്കണ്ട, വൺസിലേക്ക് പൊക്കോളാം. വൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ വൺസ് ആക്ഷൻ. അത് പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? വൺസ് അത് അങ്ങനെ തന്നെ പ്രയോഗിച്ചാൽ മതി. അത് കറക്റ്റാണ്. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കൂ. യു ലൈക്ക് ബ്രെഡ് അല്ലേ? ടാഗാണ്. തൊട്ട് മുമ്പിൽ ഓക്സിലറി വെർബ്. തൊട്ട് മുമ്പിൽ ഇവിടെ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് വെർബാണ്. നമ്മൾ വെർബിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യം വന്നില്ല. വെർബിന് മുമ്പിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടാഗ് നിർമ്മിക്കുക. എന്നാൽ ഈ സെൻറ്റൻസിൽ ഓക്സിലറി വെർബുകളൊന്നുമില്ല. ഈ സാം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ് അങ്ങനെയുള്ളൊരു സാധനം തന്നിട്ടില്ല. ഈ ചോദ്യത്തിൽ തന്നിട്ടില്ല. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നമുക്ക് ഏതിലോട്ട് പോകേണ്ടി വരും? മെയിൻ വെർബിലോട്ട് പോകേണ്ടി വരും. ഇതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. ഒരു വെർബ് എങ്ങനെ തിരിച്ചറിയാം? ഒരു വെർബിനെ തിരിച്ചറിയണമെങ്കിൽ ആ വാക്കിന് 3 രൂപങ്ങളുണ്ടാവും. V1, V2, V3. ഇപ്പം ലൈക്ക്ഡ് പറഞ്ഞൂടെ? സ്വാഭാവികമായിട്ടും അതിന് 3 രൂപങ്ങളുണ്ട്. പ്ലേഡ്, ഗോ വെൻറ്റ് ഗോണ്, റണ്ണ്, കമ്മ് കമ്മ്. അങ്ങനെ V1, V2, V3 ഫോമുകൾ എടുക്കാൻ കിട്ടുമെങ്കിൽ അത് അവിടുത്തെ വെർബായിരിക്കും. സോ ഇതാണ് ഇവിടുത്തെ വെർബ് എന്ന് മനസ്സിലായി. ഇനി ഇവിടെ ലൈക്ക് എന്ന് മാത്രം തന്നാൽ ഡു എന്ന ഉത്തരത്തിലോട്ട് പോകണം. എനിക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ലൈക്ക് എന്നാണെങ്കിൽ ഡൂയിലേക്ക് പോകണം. ലൈക്സ് എന്നാണെങ്കിൽ നിങ്ങൾ ഡസ്സിലേക്ക് പോകണം. ലൈക്ക്ഡ് എന്നാണെങ്കിൽ നിങ്ങൾ ഡിഡിലോട്ട് പോകണം. അപ്പോൾ എല്ലാ വെർബുകളിലും ജനറൽ റൂളാണ് കേട്ടോ. അതായത് ഉദാഹരണം, ഇപ്പോൾ ഇവിടെ ലൈക്ക് അല്ലേ? ലൈക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് 3 രൂപങ്ങളാണ് വരിക. ഡുവും ഡസ്സും ഡിഡും. അതിലിപ്പോൾ ഈ വാക്കിൽ എസ്സും ED ഒന്നും കാണുന്നില്ലല്ലോ. ലൈക്ക് എന്ന് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഡു എന്ന് യൂസ് ചെയ്യുക. ഈ ലൈക്കിൻ്റെ കൂടെ ഒരു എസ് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഡസ് ആക്കുക. ഈ ലൈക്കിൻ്റെ കൂടെ ഒരു ഡി ചേർത്താൽ ലൈക്ക്ഡായി. നിങ്ങൾ അതിനെ ഡിഡ് ആക്കുക. അപ്പോൾ ലൈക്ക് ആണെങ്കിൽ ഡു, അതായത് ഇപ്പോൾ ഉദാഹരണം പ്ലേ ആണെങ്കിൽ ഡു, പ്ലേസ് ആണെങ്കിൽ ഡസ്, പ്ലേഡ് ആണെങ്കിൽ ഡിഡ്. അപ്പോൾ ഏത് വാക്കാണോ എസ്സോ ES ഒന്നും ഇല്ലാതെ കിടക്കുന്നത് അത് ഡു ആയിരിക്കും. ഏതിലാണോ എസ് ഉള്ളത് അത് നിങ്ങൾ നേരെ ഡസ് ആക്കുക. എവിടെയാണോ വെർബിൻ്റെ കൂടെ ഡി ചേർന്ന് വരുന്നത് അല്ലെങ്കിൽ ED ചേർന്ന് വരുന്നത് അവിടെ നിങ്ങൾ ഡിഡ് പ്രയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ലൈക്കിൻ്റെ കൂടെ നിങ്ങൾ ഏത് ഉത്തരത്തിലേക്ക് പോകണം? ഡൂയിലേക്ക് പോകണം. തൊട്ട് മുമ്പിൽ പറഞ്ഞ ഒരു റൂൾ കൂടിയുണ്ട്. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർക്കണം. സോ ദ ആൻസർ ഈസ് ഡോണ്ട് യു. സോ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഡോണ്ട് യു ആണ്. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് വൺസ് ആണ്. അപ്പോൾ ഈ ഒരു 2 ചോദ്യങ്ങൾ ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ. ദ സിംഗർ ആൻഡ് ഡാൻസർ ഡാഷ് ലെഫ്റ്റ് ദ മീറ്റിംഗ്. ദ സിംഗർ ആൻഡ് ഡാൻസർ ഡാഷ് ലെഫ്റ്റ് ദ മീറ്റിംഗ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഇവിടെയും നമ്മൾ ആദ്യം പഠിച്ച റൂൾ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ 2 നാമങ്ങളുണ്ട്. അതിനെ എന്തുകൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്? ആൻഡ് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, പ്ലൂറലാണല്ലോ ജനറലി. പക്ഷെ നമ്മൾ ആദ്യം യൂസ് ചെയ്തൊരു കാര്യം ഓർമ്മയുണ്ടോ? എവരെയും ഈച്ചിൻ്റെയും കേസ് അതേപോലെ തന്നെയാണ്. ഇവിടെ 2 നാമങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്ന ചില വാക്കുകളൊന്ന് എഴുതി വെക്കുക. എ ആൻഡ് ദ. ഓക്കെ, എ ആൻഡ് ദ. അതുപോലെ തന്നെ മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഏതൊക്കെയാണ് വാക്കുകൾ? ഒന്നുകൂടെ പറയാം. പൊസസീവ് അഡ്ജക്റ്റീവ്സ് എന്നാണ് ഇതിനെ പറയുക. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആൻഡ് ദ,
മയ്യ്, അവർ, യുവർ, മയ്യ്, അവർ, യുവർ, ഹിസ്, ഹെർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ. ഒന്നുകൂടെ പറയുക, ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏതൊക്കെയാണ് വാക്കുകൾ? എയും ആനും ദായും. പിന്നെ മയ്യ്, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ. ഈ എഴുതി വെച്ചിരിക്കുന്ന ഇത്രയും വാക്കുകൾ ഒന്നിൻ്റെ മുമ്പിലേ വന്നുള്ളുവെങ്കിൽ, ഏതെങ്കിലും ഒരു നാമത്തിൻ്റെ മുമ്പിലേ വന്നുള്ളുവെങ്കിൽ നിങ്ങൾ നേരെ സിംഗുലർ വെർബിലോട്ട് പോവുക. ഇവിടെ ഒരിടത്തല്ലേ വന്നുള്ളൂ, ഒരിടത്താണ് വരുന്നതെങ്കിൽ സിംഗുലർ വെർബിലോട്ട് പോവുക. ഇതേ ചോദ്യം അടുത്തതിൽ നോക്കൂ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ്, അല്ലേ? ഇവിടെയും അൻഡുണ്ട്, രണ്ട് നാമങ്ങളാണുള്ളത്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ ഇവിടെ രണ്ടിടത്ത് നിങ്ങൾക്ക് എന്ത് കാണാം? എ എ എന്ന് രണ്ടിടത്ത് തന്നിട്ടില്ലേ? അപ്പം രണ്ടിടത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഏതിലോട്ട് പോവുക? ഹാവിലോട്ട് പോവുക. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ രണ്ട് നാമങ്ങളെ എൻ്റെ കൊണ്ട് ബന്ധിപ്പിക്കുമ്പോൾ പ്ലൂറൽ ആണെങ്കിലും കോൺകോർഡ് റൂൾ പ്രകാരം ഇതിൻ്റെ മുമ്പിൽ ഒരിടത്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പൊസസീവ് ഒബ്ജക്റ്റുകൾ ഏതെങ്കിലും ഒരു വാക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഉത്തരം സിംഗുലർ ആയിരിക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലെ ഏതെങ്കിലും ഒന്ന് രണ്ടിടത്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം പ്ലൂറൽ ആയിരിക്കും. പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഓക്കെ, സോ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് നാമങ്ങൾക്ക് മുമ്പിൽ എവരി ഒന്നോ ഈച്ച് ഒന്നോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ സിംഗുലർ ഓപ്ഷനിലോട്ട് പോവുക. നൈദർ ഓഫ്, എയ്തർ ഓഫ് എന്നിവയ്ക്ക് ശേഷം പ്ലൂരൽ നൗൺ തന്നാൽ സിംഗുലർ വെർബിലോട്ട് പോവുക. ലെറ്റസ് പ്ലേ, കായിക മത്സരങ്ങൾക്ക് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല, ഭാഷകൾക്ക് മുമ്പിൽ ആർട്ടിക്കിൾ യൂസ് ചെയ്യാറില്ല. മൗണ്ട് എവറസ്റ്റിൻ്റെ മുമ്പിൽ നോ ആർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ നീണ്ടു നിവർന്ന് കിടക്കുന്ന പർവ്വതനിരകളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഹിമാലയം നീണ്ടു നിവർന്ന് കിടക്കുന്നു, പശ്ചിമഘട്ടം നീണ്ടു നിവർന്ന് കിടക്കുന്നു, പൂർവ്വഘട്ടം നീണ്ടു നിവർന്ന് കിടക്കുന്നു, അങ്ങനെയെങ്കിൽ ദ എന്ന് ഫില്ല് ചെയ്യുക. അതിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കൊടുമുടി എടുത്തു പറഞ്ഞാൽ നോ ആർട്ടിക്കിൾ. ദ്വീപ് സമൂഹമാണെങ്കിൽ ദ, ഒരു ദ്വീപാണെങ്കിൽ നോ ആർട്ടിക്കിൾ. ഓക്കെ, എൻജോയ്സിന് ശേഷം ING, ഡിസ്ലൈക്കിന് ശേഷം ING. പഠിച്ചു വെക്കണേ, ഒരു വിലപ്പെട്ട ഒരു മാർക്കുണ്ട് അവിടെ. പോലീസ്, പീപ്പിൾ, ക്ലർജി, കാവൽറി, കാറ്റിൽ. ഏതൊക്കെയാണ് വാക്കുകൾ? പോലീസ്, പീപ്പിൾ, ക്ലർജി, കാവൽറി, കാറ്റിൽ. എന്ത് യൂസ് ചെയ്തോളുക? P for പ്ലൂറൽ എന്ന് യൂസ് ചെയ്യുക. മങ്കീസ്, അതായത് ലിവിൻ്റെ റൂള് 3 റൂളുകളാണ് പറഞ്ഞേ. ലിവ് കഴിഞ്ഞിട്ട് ഇന്ന് യൂസ് ചെയ്യണമെങ്കിൽ വാസസ്ഥലം തന്നിരിക്കണം. ലിവ് കഴിഞ്ഞിട്ട് ഓൺ യൂസ് ചെയ്യണമെങ്കിൽ ഭക്ഷണത്തെക്കുറിച്ച് പറയണം. ലിവ് കഴിഞ്ഞിട്ട് ബൈ യൂസ് ചെയ്യണമെങ്കിൽ പ്രൊഫഷനെ കുറിച്ച് പറയണം. ക്ലിയർ ആണല്ലോ? എവരിബഡി ഹാസ് അറ്റൻഡഡ് ദി മീറ്റിംഗ് റൂൾ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ടാഗ് നിർമ്മിക്കുമ്പോൾ ആദ്യ പ്രയോറിറ്റി ഓക്സിലറി വെർബിന് കൊടുക്കുക. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ നേരെ മെയിൻ വെർബ് എടുക്കുക. ഇപ്പോൾ ഇവിടെ ഓക്സിലറി വെർബിൻ്റെ റൂളുകൾ പറഞ്ഞു. എവരിബഡി, സംബഡി, എവരി വൺ, എവരിബഡി, സംവൺ, സംബഡി, നോ വൺ, നോബഡി, എനിവൺ, എനിബഡി. എന്താണ് പ്രൊനൗൺ വരിക? ദേ. പക്ഷേ ദേയുടെ കൂടെ എന്ത് വെക്കരുത്? സിംഗുലാർ നാമങ്ങൾ വെക്കരുത്. ദേ ആണെങ്കിൽ ഈസിനെ ആറാക്കുക, വാസിനെ വേറാക്കുക, ഹാസിനെ ഹാവ് ആക്കുക, മറക്കരുത്. നെഗറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ നെഗറ്റീവ് എടുത്ത് കളഞ്ഞിട്ട് വെക്കുക. പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ടു വന്നാൽ ടു അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. വൺ, വൺസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഇവിടെ പറഞ്ഞത് തൊട്ട് മുകൾ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ അതേതാണ്. അതായത് ലൈക്ക് ആണെങ്കിൽ ഡു, ലൈക്സ് ആണെങ്കിൽ ഡസ്, ലൈക്ക്ഡ് ആണെങ്കിൽ ഡിഡ്. ഇത് തന്നെയാണ് എല്ലാം. ഓക്കെ, ഇനി രണ്ട് നാമങ്ങൾക്ക് മുമ്പിൽ ഒരിടത്ത് മാത്രമേ എയും ആനും ദായും അല്ലെങ്കിൽ മയ്യ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദയർ വന്നിട്ടുള്ളൂ എങ്കിൽ സിംഗുലർ എന്നും, രണ്ടിടത്ത് വന്നു കഴിഞ്ഞാൽ പ്ലൂരൽ എന്നും യൂസ് ചെയ്യുക. ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, സോ ഇത്ര ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പോകെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമൊക്കെ കൂട്ടാം. കുറച്ച് സിമ്പിളായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കിട്ടാതെ ഇരിക്കേണ്ട, കിട്ടുമ്പോഴാണ് സന്തോഷം. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇനിയല്ല ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോളുക. ഒരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ആർക്കെങ്കിലും ഇംഗ്ലീഷാണ് PSCയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അത് തെറ്റിദ്ധാരണയാണ്. ഇംഗ്ലീഷാണ് ശരിക്കും പഠിക്കാൻ എളുപ്പം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് GKയും കറണ്ട് അഫയേഴ്സൊക്കെ എന്താ പറയുക, ഒരു ലോഡ് പഠിക്കാൻ കിടക്കുന്നുണ്ട് അല്ലേ? അതാണെങ്കിൽ പഠിച്ചാലിട്ട് തീരുകയുമില്ല. എന്നാൽ നിങ്ങളിത് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷും മാത്സും മലയാളവും ഒരു നിശ്ചിത ടോപ്പിക്കല്ലേ ഉള്ളൂ, നിശ്ചിത സിലബസ് ടോപ്പിക്കല്ലേ ഉള്ളൂ. അത് തന്നെയാണ് എല്ലാ എക്സാമിനും. ഇപ്പോൾ 10ാം ക്ലാസ് ആണെങ്കിലും ശരി, +2 ആണെങ്കിലും ശരി, ഡിഗ്രി ആണെങ്കിലും ശരി, ഇതേ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു തവണ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങളല്ലേ? അപ്പോൾ ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? അപ്പോൾ അതിനല്ലേ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. അല്ലാതെ GK പഠിച്ച് ഒരുപാട് സമയം എന്ത് ചെയ്യരുത്, കളയരുത്. അതിൽ നിന്ന് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കുകൾ നമുക്ക് ഈ വക ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി ഇംഗ്ലീഷ്, മലയാളം, മാത്സുമായിട്ടുള്ളൊരു
കോണ്ടാക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? മറന്നു പോകാൻ ഇട കൊടുക്കരുത്. ബൈ ഹാർട്ട് പഠിക്കുന്ന സാധനങ്ങളാണെങ്കിലും റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പോവും. അത് നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, എല്ലാവർക്കും മറവി സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് പോവും. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ നല്ലപോലെ ചെയ്തുകൊള്ളുക. പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. ടെൻഷനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പറയുക, നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം അല്ലേ. പഠിക്കാനുള്ള സമയത്ത് പഠിക്കുക തന്നെ വേണം. കുറച്ച് പഠിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഗ്രാജുവലി നമ്മുടെ മാർക്ക് കൂടുന്നതും നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നതും. അപ്പോൾ തുടക്കക്കാരാണെങ്കിലും ശരി, അല്ല കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, ഇനി അല്ല കുറേ പഠിച്ചിട്ട് എനിക്ക് ഒന്നും ആവുന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിലും ശരി, അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിങ്ങൾ പഠിക്കൂ. നിങ്ങൾക്ക് കിട്ടേണ്ട സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സമയമാകുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും. പക്ഷേ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറാണ്. സ്ഥിരമായി പഠിക്കണം, സ്ഥിരോത്സാഹം വേണം, ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ എഴുതി വെച്ചൊരു കോട്ട് നിങ്ങൾ വായിച്ചേ. ദ ഓൺലി പ്ലേസ് വേർ സക്സസ് കംസ് ബിഫോർ വർക്ക് ഈസ് ഇൻ ദ ഡിക്ഷണറി. എന്താ മനസ്സിലായേ? ദ ഓൺലി പ്ലേസ് വേർ ഏതാ സക്സസ് അല്ലേ, കംസ് ബിഫോർ എന്തിനു മുമ്പ്, വർക്ക് ഈസ് ഇൻ ദ ഡിക്ഷണറി. ഈ സെൻറ്റൻസ് പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് വിജയം കിട്ടുന്നത് ഏതിൽ മാത്രമാണ്? ഡിക്ഷണറി എടുത്താൽ അതിലാണ് ആൽഫബറ്റിക് ഓർഡർ പ്രകാരം ആദ്യം സക്സസ്സും പിന്നെ വർക്കും വരണേ. അത് ഡിക്ഷണറിയിൽ. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ അതാണോ? ആദ്യം വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് എന്ത്? സക്സസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് കാണാതിരിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൈവം അവിടെ കൂലി വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ കൂലി സമയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്വൈസായും അപ്പോയിൻമെൻറ്റ് ലെറ്ററായിട്ടും വരും. നിങ്ങൾ വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിതിലേക്ക് ഇറങ്ങിത്തിരിച്ച്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ PSC പഠനം എന്ന് പറയുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷനുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾ വിചാരിക്കേണ്ട. അതൊക്കെ സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങുന്ന അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അവിടെ ഇരിക്കട്ടെ. PSCക്ക് PSCയുടേതായിട്ടുള്ളൊരു പഠനമുണ്ട്. അതിനെ PSCയുടെ ട്രാക്കിലേക്ക് വരിക എന്ന് പറയും. ഓക്കെ, PSCയുടെ ട്രാക്കിലേക്ക് വരണമെങ്കിൽ ചോദ്യപേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക, അനുബന്ധ കാര്യങ്ങൾ പഠിക്കുക, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് 10 ചോദ്യങ്ങൾ അത് വർക്കൗട്ട് ചെയ്യുക, അത് കണ്ടെത്തി പഠിക്കുക. അറിയില്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? സോ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ഫുൾ പോസിറ്റീവ് മൈൻഡിൽ എന്ത് ചെയ്യുക, പഠിച്ച് ഭംഗിയായിട്ട് എക്സാമൊക്കെ എഴുതി എല്ലാവർക്കും എന്താ പറയുക, എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകളൊക്കെ തരുന്നു. പിന്നെ പോരാത്തതിന് ഈ പറഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ പാവപ്പെട്ട നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് ഇതുപോലെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരുടെ മാർക്ക് എന്ത് ചെയ്യട്ടെ, ഒന്ന് കൂടട്ടെ. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ ക്ലാസ് ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.